അത്യാവശ്യത്തിന് വളരെ പവർഫുള്ളായിട്ട് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് മാൻ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച ടോപ്പിക്കാണ്. 100 കോടിയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു, പക്ഷേ എൻ്റെ ബിസിനസ് എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുക എന്ന് ആലോചിക്കുമ്പോൾ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം മക്കൾക്ക് ആർക്കും ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, പുറത്ത് പോയാൽ മതി എന്ന് പറയുകയാണ്. എന്താ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിലൊരു ബ്യൂട്ടിഫുൾ ആൻസർ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫാമിലി ബിസിനസ് അടുത്ത ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതൊരു ഫീല് വരേണ്ടത് നമ്മളൊരു റാലി റണ്ണിങ് റേസിൽ പോകുന്ന പോലെയാണ്. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയതാ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് നീ അത് അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഈ സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സാധനം വരുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന മൈൻഡ് സെറ്റുള്ള ഒരുപാട് കുട്ടികൾ ഈ ജനറേഷനിൽ വരുന്നുണ്ട്. തിരിച്ച് റാലി റേസിലാണെങ്കിൽ എൻ്റെ പാർട്ട് ഞാൻ ഇത്രയും എത്തിച്ചു, ഇനി അടുത്ത പാർട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് നീ എത്തിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടാണ് ഇത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഫാമിലി ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോൾ ദേ ഷുഡ് ഫീൽ ആ ഡിഗ്നിറ്റി, ആ റെസ്പെക്റ്റ് കൊടുത്ത് വിളിക്കുമ്പോൾ അവർ ഫുൾ ഹാർട്ടിൽ അതിൽ വരും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ITCC ഈ വരുന്ന മെയ് 5 നടത്തുന്ന പവർ ഓഫ് ജനറേഷൻ വെൽത്ത് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും വരണം. ഏതൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ആൾ മുതൽ എത്ര കോടി നമ്മൾ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് നമുക്ക് നമ്മളിൽ നിന്നൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ബ്യൂട്ടിഫുള്ളായി വെൽത്ത് കൈമാറുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പീക്കേഴ്സ് സംസാരിക്കുന്നതെന്ന് ഞാനും വരുന്നുണ്ട് ഒരു കുഞ്ഞു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട്. താങ്ക് യു സോ മച്ച്.